സാനിറ്ററി പാഡുകൾ വലിച്ചെറിഞ്ഞത് ആര്? നൂദില ചെരുപ്പ് ഫാക്ടറി. ടാസ്കിൽ 2ാം ദിനം ആരംഭിക്കുമ്പോൾ നൂറയ്ക്ക് തൻ്റെ പവറുകൾ നഷ്ടമാകുമോ? എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഡേ 38 രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. ആദ്യം തന്നെ ഇന്ന് രാവിലെ 8 മണിക്ക് തന്നെ മോർണിംഗ് സോങ് വരുന്നു. മോർണിംഗ് സോങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്തൂരി എൻ്റെ കസ്തൂരി, ആ പാട്ടാണ് മോർണിംഗ് സോങ് ആയിട്ട് വയ്ക്കുന്നത്. പക്ഷെ ആരും തന്നെ ഡാൻസിങ് ഒന്നും കളിക്കുന്നില്ല. കുറച്ച് പേരൊക്കെ കടന്നുറങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം രാവിലെ തന്നെ ക്യാപ്റ്റൻ എല്ലാവരെയും മീറ്റിംഗ് വിളിച്ച് കൂട്ടാണ്. നമ്മുടെ ക്യാപ്റ്റനായ അബി എല്ലാവരും വിളിച്ച് ഓരോ ടീമിലെ ക്യാപ്റ്റനെയും വിളിച്ച് ഒരു ചെറിയൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അബി ചോദിക്കുന്നു എന്തൊക്കെയാണ് നിങ്ങളുടെ ടീമിൽ കുറ്റവും കുറവും ഒക്കെ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജിസയിൽ പറയുന്നു നമ്മുടെ ടീമിനകത്ത് നെവിൻ സീരിയസ് ആയിട്ട് നിൽക്കുന്നില്ല, ഒട്ടും സീരിയസ്നെസ് ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അബി പറയുന്നു അത് നമുക്ക് ശരിയാക്കാം. അപ്പോൾ അനീഷിനോടാണ് ചോദിക്കുന്നത്, അനീഷെ പറയൂ വെസലിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. അപ്പോൾ അനീഷ് പറയുന്നു വെസലിൽ കപ്പ്, നിങ്ങൾ ചായ കുടിച്ച കപ്പ് നമുക്ക് കഴുകാൻ പറ്റില്ല, 1-2 ബാക്കി വന്നാൽ നമുക്ക് കഴുകാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 14 എണ്ണമാണ് ബാക്കി വന്നിരിക്കുന്നത്. നിങ്ങളിങ്ങനെ മനഃപൂർവ്വം കാണിക്കുന്നത് ഒട്ടും ശരിയല്ല, ഒട്ടും ശരിയായിട്ടുള്ള പ്രവൃത്തിയല്ല എന്ന് അനീഷ് പറയുന്നു. അപ്പോൾ അബി പറയുന്നു ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഒരാളെ ഫുൾ ടൈം അവിടെ നിർത്തണം, അപ്പോൾ പ്രശ്നം തീരില്ലേ. അപ്പോൾ അനീഷ് അത് എങ്ങനെ പറയാൻ പറ്റും, നമ്മളിവിടെ വന്നത് ബിഗ് ബോസ് കളിക്കാനാണ്, ടാസ്ക് കളിക്കാനുമാണ്. അപ്പോൾ ഒരാളെ അവിടെ പിടിച്ച് വെസലിൽ നിർത്തുക, ടീമിൻ്റെ ഭാഗമല്ലാതെ മാറ്റി നിർത്തുക നടക്കുന്ന കാര്യമല്ല, ഞാൻ അത് ചെയ്യത്തുമില്ല എന്ന് പറയുന്നു. അപ്പോൾ അബി പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അനീഷിനെ ടീമിൽ നിന്ന് മാറ്റാം. അപ്പോൾ അനീഷ് പറയുന്നു അതൊക്കെ ക്യാപ്റ്റൻ്റെ ഇഷ്ടം, നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് 1-2 കപ്പുകൾ ബാക്കി വന്നാൽ നമ്മൾ കഴുകുമെന്ന്, പ്രശ്നമില്ലാന്നും പറഞ്ഞതാണ്. പക്ഷേ ഇത് ഇപ്പോൾ 14 എണ്ണമാണ് വന്നിരിക്കുന്നത് അവിടെ കൊണ്ടുവന്നിടുന്നത്. ഇതൊക്കെ എന്തർത്ഥത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ കുടിക്കുന്ന ഗ്ലാസ് കഴുകി വയ്ക്കാനുള്ള സാമാന്യ ബോധം പോലും നിങ്ങൾക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അബി പറയാണ് സാനിറ്ററി പാഡ് എല്ലാം വേസ്റ്റ് ബില്ല് അവിടെ ഇടേണ്ട സ്ഥലത്ത് ഇടാതെ പലരും എടുത്തു കൊണ്ടുപോയി പലയിടത്തും കൊണ്ടിടുന്നത് ഒട്ടും ശരിയല്ല, ശരിയായ കാര്യമല്ല എന്ന് പറയുന്നു. അപ്പോൾ ജിസേൽ പറഞ്ഞു എൻ്റെ അറിവിൽ ഇവിടെ ആർക്കും പീരീഡ്സ് ഒന്നും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അതൊരു വിധത്തിൽ സോൾവും കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ബാക്കിയുള്ളവരെടുത്ത് സജഷനും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അബി. അത് നല്ലൊരു കാര്യം തന്നെയാണ് ക്യാപ്റ്റൻ ചെയ്തത്. ഓക്കെ, അതിനുശേഷം നമ്മുടെ നെവിൻ, പ്രവീൺ, ബിന്നി ഇവരൊക്കെ എല്ലാവരും കൂടി സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ നെവിൻ പറയുകയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഈ ആദില നൂറയെ പോലെ ചീപ്പ് ആൾക്കാരെ കണ്ടിട്ടല്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് ആര് പറയുന്നു? നെവിൻ പറയുന്നു. ഇവരെ ഞാൻ ഗെയിമറായിട്ട് കൂടി കണ്ടിട്ടില്ല, പിന്നെയാണോ ഇവർ പറഞ്ഞപ്പോൾ പ്രവോക്കിൽ ഇറങ്ങി പോകുന്നത്? ഞാൻ പോയത് ബിഗ് ബോസിനെ വെല്ലുവിളിച്ചിട്ടാണ്, അപ്പോൾ ബിഗ് ബോസിനെ വെല്ലുവിളിച്ചത് തെറ്റാണ്, അപ്പോൾ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞു, ഇറങ്ങിപ്പോടാ പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ ഞാൻ അനുമോളായിട്ടുള്ള ഇഷ്യൂവിലാണ് പോയത് ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് ബിഗ് ബോസിനോട് അത് പറയാൻ പാടില്ലായിരുന്നു. അല്ലാതെ ആദില നൂറെ ഒക്കെ എന്താണ് ഇവിടെ കളിക്കുന്നത്, ഇവിടെ എന്താണ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല, ഒരു ഗെയിമറായിട്ട് പോലും കൂട്ടിയിട്ടില്ല. ഇവരെ കണ്ടിട്ട് ഇറങ്ങി പോകുന്നതിന് ഭേദം വേറെ എന്തെങ്കിലും ചെയ്യുന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ ബിന്നിയും പ്രവീണും കൂടി പറയുകയാണ് എടാ ഇവിടെ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായത് നീ പോയത് ഒരു കാരണമാണ് എന്ന് ഇവിടെ പറയുന്നുണ്ടെങ്കിലും നീ പോയതിന് കാരണം ഇവരാണ്, അല്ലെങ്കിൽ ഇവർ കാരണമാണ് നീ പോയത് എന്നുള്ള സാധനമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നെവിൻ പറയുന്നു അയ്യേ അങ്ങനെയൊന്നുമല്ല, ഇവർ എന്നെ പ്രൊവോക്ക് ചെയ്തിട്ടൊന്നല്ല ഞാൻ പോയത്. അപ്പോൾ ബിന്നി എടാ അങ്ങനെയാണ്. അപ്പോൾ നെവിൻ ഇല്ലില്ല അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞ് കടന്ന് വാദിക്കുകയാണ്. നെവിൻ ഒരു തരത്തിലും വിട്ടുകൊടുക്കുന്നില്ല. ഇതൊക്കെ ആ സമയത്ത് നൂറിരുന്ന് കേൾക്കുന്നുണ്ട് ഇത് പറയുന്നതൊക്കെ.
അതിനുശേഷം നെവിൻ, അനു, മസ്താനി, അബി, അക്ബർ ഒക്കെ കൂടി ഇരുന്നിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ചിരിയൊക്കെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ നമ്മുടെ അക്ബർ ഒരു കാര്യം പറയുന്നുണ്ട്. 150 ചെരുപ്പ് കൊടുക്കണേ ബിഗ് ബോസ് എന്ന് പറയുന്നു. അപ്പോൾ അനു പറയുന്നു, അത് 150 എണ്ണം തന്നാൽ നമ്മൾ ഉണ്ടാക്കും. ചെരുപ്പ് ഫാക്ടറിയിൽ ചെരുപ്പ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണോ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് എന്ന് കരുതിയോ? അപ്പോൾ മസ്താനി, നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അതായത് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ വിഷ്വലൊക്കെ ഇവിടെ ഉണ്ടാകും. ആക്സിയം ബ്ലേഡ് 2 എണ്ണമാണ് തന്നിട്ടുള്ളത്, അത് വെച്ചാണ് മുറിക്കാൻ പറയുന്നത്. അവിടെ ഒത്തിരി മെഷീനുകളുണ്ട്. അപ്പം അനു, ആക്സിയം ബ്ലേഡ് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടാണോ മുറിഞ്ഞു പോയത് എന്ന് ചോദിക്കുന്നു. അതിനുശേഷം ആദിലും നൂറയും കൂടി നിന്ന് സംസാരിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ആദില പറയുന്നു, ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും നീ ഭയങ്കര സ്ട്രോങ് ആയി നിൽക്കണം, മനസ്സിലായോ? സ്ട്രോങ്. ഇവിടെ എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ പോയാൽ നീ ഇവിടെ വീക്കാകുമെന്നാണ്. അങ്ങനെ ഇരിക്കരുതെന്ന് പറയുന്നു. അപ്പോൾ നൂറ പറയുന്നു, നെവിൻ ഇവിടെ നേരത്തെ പറഞ്ഞത് കേട്ടിരുന്നോ? നെവിൻ എന്തിനാണ് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, പിന്നെ വന്നത് എന്നൊക്കെ അവൻ പറഞ്ഞിരുന്നു, അത് നീ കേട്ടിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അവൻ ഇവിടെ ഇരുന്ന് ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് പുലമ്പുന്നുണ്ട് എന്ന് പറയുന്നു. കുറച്ച് കഴിയുന്നു നമ്മുടെ അനീഷും ഷാനവാസും കൂടി സ്ഥിരം പല്ലവി തന്നെ. ഷാനവാസ്, അനീഷേ ഇതൊരു ഇഷ്യൂ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിറകെ നടക്കുന്നുണ്ട്. അനീഷിൻ്റെ പിറകെ നമ്മുടെ ഷാനവാസ് നടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ലക്ഷ്മി നെവിൻ കൂടി സംസാരിക്കുന്നു. ലക്ഷ്മി പറയുന്നു, നീ ഇവിടെ വേണം, ആ 2 പേര് ഇവിടെ ഇരുന്ന് തെറ്റിദ്ധാരണ പരത്തുന്നത് അതുപോലെ നിനക്കും വേണമെങ്കിൽ തെറ്റിദ്ധാരണ പറഞ്ഞു പരത്താം, അത് തെളിയിക്കാൻ നീ ഇവിടെ വേണം എന്ന് പറയുന്നു. എത്രയാണ് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിൽ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഗോൾഡ് കോയിൻസ് കയ്യിലുള്ളവർക്കാണ് ലക്ഷറി ബഡ്ജറ്റ് എടുക്കാൻ വേണ്ടി പണിപ്പുരയിൽ പോകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ അതായത് ലക്ഷറി ബഡ്ജറ്റ് ഇപ്പോൾ എടുക്കാൻ വേണ്ടി പണിപ്പുരയിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഗോൾഡ് കോയിൻസ് കയ്യിലുള്ളവർ തൊഴിലാളികൾക്ക് പോകാൻ പറ്റില്ല. കാരണം മറ്റുള്ളവർക്കാണ് പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ അധ്വാനിക്കുന്ന തൊഴിലാളികളും ഫലം അനുഭവിക്കുന്നു മറ്റുള്ളവരും. ഇതെന്ത് ഗെയിമാണ്? ഇത് എവിടുത്തെ ഗെയിമാണ്? ഇതൊക്കെ എന്താണ്? എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണിയെടുക്കുന്ന അതായത് മുറിയെ പണിയെടുക്കുന്ന അവരും ഫലം അനുഭവിക്കുന്നത് ഇവരും. അതാണ് ഇവിടെ കാണാൻ പോകുന്നത്. ഇനി ടാസ്കിനകത്ത് എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് നമുക്ക് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ. അതിനുശേഷം ബിഗ് ബോസ് പറയുന്നു, ലക്ഷറി ബഡ്ജറ്റ് എടുക്കാൻ പണിപ്പുരയിൽ പോകാൻ ഗോൾഡ് കോയിൻസ് വേണം. ബിഗ് ബോസ് ചോദിക്കുന്നു, ആരുടെ കയ്യിലൊക്കെയാണ് ഗോൾഡ് കോയിൻസ് ഉള്ളത്? ഗോൾഡ് കോയിൻസ് കൊടുക്കാൻ കൊടുക്കാൻ താല്പര്യമുള്ളത് എന്ന് ചോദിക്കുന്നു. ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇന്നലെ സർക്കസ് നടത്തിയവർക്കാണ് കൊടുക്കേണ്ടത്. ആരൊന്നും തന്നെ മിണ്ടുന്നില്ല, ആർക്കും കൊടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ അബി ഇന്നലെ തന്നെ ആരിന് കൊടുത്തിരുന്നു, അബി ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ ആ പ്ലാൻ ചീറ്റി പോകുന്നു. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നു, ആരും കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് ആരും കൊടുക്കുന്നില്ല, ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ബിഗ് ബോസ് അടുത്ത റൂൾ ഇറക്കുന്നു, തൊഴിലാളികളുടെ കയ്യിൽ അതായത് ഇരുന്നാൽ പണിപ്പുരയിൽ പോകാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം തൊഴിലാളികളുടെ കയ്യിലാണ് ഇപ്പോൾ ഗോൾഡ് കോയിൻസ് ഉള്ളത്. അപ്പോൾ അവർക്ക് പണിപ്പുരയിൽ പോകാൻ പറ്റില്ല, ബാക്കിയുള്ളവർക്കാണ് പോകാൻ പറ്റുന്നത്. എന്ത് റൂൾസാണ്? എവിടുത്തെ റൂൾസാണ്? അതാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. മുറിയെ പണിയെടുക്കാൻ തൊഴിലാളികളും ഫലം അനുഭവിക്കാൻ ഇവരും. ഇതാണ് മെയിൻ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വരാം. അതിനുശേഷം ബിഗ് ബോസ് പറയുന്നു, അടുത്ത പ്ലാനായിട്ട് ബിഗ് ബോസ് വരുന്നു. അതായത് തൊഴിലാളികളുടെ കയ്യിൽ ഗോൾഡ് കോയിൻസ് ഇരുന്ന് കഴിഞ്ഞാൽ പണിപ്പുരയിൽ പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ജിഷിൻ സാബുവിന് കൊടുക്കുന്നു, നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ലക്ഷ്മി നെവിന് കൊടുക്കുന്നു, ആ സൈക്കിളിലുള്ളതൊക്കെ നന്നായി അടിപൊളിയായിട്ട് ചെയ്തു എന്ന് പറയുന്നു. അതുപോലെ തന്നെ അനീഷിന് നമ്മുടെ ബിന്നി അനീഷിനാണ് കൊടുക്കുന്നത്. അതായത് നല്ല ഇതായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു, അതുപോലെ തന്നെ നല്ല സർക്കസിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ടാണ് നമ്മുടെ അനീഷിന് കൊടുക്കുന്നത്. അതിൽ ജിസലിന് കൊടുക്കുന്നു, അടിപൊളിയായിട്ട് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ബാക്കി 3 പേര് കൊടുക്കുന്നില്ല. ആരൊക്കെ? ഒനീൽ, മസ്താനി, ഷാനവാസ്. ഇവർ 3 പേരും ഇവർ ഗോൾഡ് കോയിൻസ് ആർക്കും തന്നെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും തന്നെ കൊടുക്കുന്നില്ല.
അപ്പോൾ ബിഗ് ബോസിൻ്റെ പ്ലാൻ ഇവിടെ നടക്കുന്നില്ല. അതായത് ഇവർ 3 പേര് കൊടുക്കുന്നില്ല, ഇവരിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് ഈ ഗോൾഡ് കോയിൻസ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, വീക്കെൻഡിലേക്ക് എന്തെങ്കിലും ആവശ്യം വരുമോ, അതിനി ഞാൻ ഡയറക്റ്റ് ഞാൻ ഇങ്ങനെ നോമിനേഷൻ സേഫ് ആവുമോ എന്നുള്ള ചിന്തിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുകയാണ് 3 പേരോടും കൂടിയിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു. അപ്പോൾ 3 പേര് പറയുന്നു ഇല്ല കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അനീഷ് പറയാണ് സർക്കസിലുള്ള എല്ലാ മൃഗങ്ങളും നന്നായി ചെയ്തവരാണ്, അവർക്ക് കൊടുക്കുക എന്ന് പറയുന്നു. അപ്പം മസ്താനി ഗെയിമിൽ അങ്ങനെയൊന്നും പറയണ്ട, ഞങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ബാക്കി ഗോൾഡ് കോയിൻസ് എടുത്ത് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വയ്ക്കുക. അപ്പോൾ ജിഷിന് ഇതൊക്കെ കേട്ടോ, ജിഷിൻ കണ്ടില്ലേ പറഞ്ഞത്, ബാക്കിയുള്ളവർക്കും പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് കൊടുക്കായിരുന്നു ഏത് എന്തിനാ കയ്യിൽ വെച്ചിരുന്നപ്പോൾ കയ്യിലുള്ളതും പോയി അങ്ങോട്ട് പോകാനും പറ്റിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എന്താണ് ഇവിടെ നടക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നില്ല, എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഗെയിമിനകത്ത്. ഓക്കെ, ഇനി വീക്കിലി ടാസ്കിന് 2ാം ദിവസം ഇനിയും തുടങ്ങിയിട്ടില്ല. ഒരു പ്രമോ പുറത്തു വന്നിരുന്നു അതിനകത്ത് നല്ല ഭയങ്കര വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വഴക്ക്. അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം പറയാം, നൂറയുടെ പവർ എന്തായാലും ഇപ്രാവശ്യം നഷ്ടപ്പെടും, അത്രയും ഭയങ്കരമായൊരു വഴക്കാണ് നടക്കുന്നത്. അതിനകത്ത് അക്ബർ ചെരുപ്പെടുത്ത് വലിച്ചെറിയുന്നുണ്ട്, ജിഷിൻ അതിന് റിയാക്ട് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനകത്ത്. എന്തായാലും നമുക്കത് ഗെയിം വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം, എന്തായാലും നൂറയുടെ പവർ നഷ്ടപ്പെടുമോ അതോ നൂറയ്ക്ക് പവറൊക്കെ കയ്യിൽ ഒതുക്കാൻ ആകുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി വരും മണിക്കൂറുകൾ കണ്ടറിയാം. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഉച്ച കഴിയുമ്പോൾ ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ചെന്നൈയിലോട്ട് പോകും. അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. നമുക്കിനി നേരിൽ കാണാം എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾക്കതൊരു ബിഗ് സർപ്രൈസാണ്, അത് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, എന്തായാലും നമുക്കിനി നേരിൽ കാണാം, അത്രേ ഞാൻ പറഞ്ഞു വയ്ക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, എന്തായാലും ആ ബിഗ് സർപ്രൈസായിട്ട് കാണാൻ നിങ്ങൾ റെഡി ആകുക. അവിടെ ഒരു കാര്യമുണ്ട്, ചെന്നൈയിലൊരു കാര്യമുണ്ട്, അതിനാണ് ഞാൻ പോകുന്നത്. മറ്റൊന്നും ഞാൻ പറയുന്നില്ല, അത് ഞാനിപ്പോൾ പറയത്തില്ല, അത് അവിടെ പോയി കഴിഞ്ഞ് അതറിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള വീഡിയോസ് അവിടെ നിന്നായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുക. ഇനി എന്തായാലും ടാസ്ക് കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോസ് ആയിരിക്കും വരിക. ഇതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊന്നും എനിക്കിടാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷമുള്ള വീഡിയോസ് ആയിരിക്കും വരിക. എന്തായാലും നമുക്ക് ടാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.